പോയത് 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാരണവരുണ്ടായിരുന്നു. ഒരു മനോരോഗ ചികിത്സയിലും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിരിക്കും. ഒരു കാരണവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരയ്ക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുറത്തിറങ്ങി 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമയാണ് മണിച്ചിത്രത്താഴ്. 1993 ഡിസംബർ 25 ഒരു ക്രിസ്തുമസ് അവധിക്കാലത്താണ് മധുമുട്ടം തിരക്കഥ എഴുതി ഫാസിൽ സംവിധാനം ചെയ്ത ഈ സൈക്കോ ത്രില്ലർ തിയേറ്ററുകളിൽ എത്തിയത്. മോഹൻലാലും സുരേഷ് ഗോപിയും നായിക വേഷങ്ങൾ ചെയ്തപ്പോൾ ശോഭനയുടെ വ്യത്യസ്തമായ ഭാവപകർച്ചകൾ കണ്ട സിനിമാ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു മണിച്ചിത്രത്താഴിനെ. അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു മണിച്ചിത്രത്താഴ്. 3.5 കോടിയിൽ പരം രൂപയാണ് ചിത്രം എ ക്ലാസ് ബി ക്ലാസ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. മണിച്ചിത്രത്താഴ് ഉണ്ടാക്കിയ ഓളങ്ങളിൽപ്പെട്ട് മുങ്ങാനായിരുന്നു കൂടെ ഇറങ്ങിയ മറ്റു ചിത്രങ്ങളുടെ വിധി. നല്ല നിലവാരമുണ്ടായിട്ടും സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഗോളാന്തര വാർത്തകളും വേണു നാഗവള്ളി ഒരുക്കിയ കളിപ്പാട്ടവും ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതിന് കാരണവും ഇതാണ്. കളക്ഷൻ റെക്കോർഡുകളിൽ മാത്രമല്ല, അംഗീകാരങ്ങളുടെ നിറവിലും ചിത്രം തിളങ്ങി. നിരവധി സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ ദേശീയ തലത്തിലെ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രവുമായി. ഗംഗയായും നാഗവല്ലിയുമായി ഇരട്ട വ്യക്തിത്വങ്ങളിൽ തിളങ്ങിയ ശോഭന ഇന്ത്യയിലെ ആ വർഷത്തെ മികച്ച നടിയുമായി. ഒരു മുറിയിൽ തന്റെ പ്രണയത്തെ, ജീവനെ, ജീവിതത്തെ തകർത്തെറിഞ്ഞ മാടമ്പള്ളിയിലെ കാരണവരെ കൊന്ന് രക്തം കുടിച്ചു പ്രതികാരം ചെയ്യാൻ കാലങ്ങളോളം കാത്തിരിക്കുന്ന നാഗവല്ലി. മാടമ്പള്ളിയുടെ തെക്കിനിയിൽ നിന്നും കള്ളത്താക്കൊലിട്ട് ഗംഗ തുറന്നുവിട്ട നാഗവല്ലി മലയാളികളുടെ ജീവിതത്തിന്റെ ഓരം ചേർന്ന് നടക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. പ്രണയം, പ്രതികാരം, ഭയം, ഹാസ്യം, മിത്ത്, ശാസ്ത്രം എല്ലാം സമാസമം കൂട്ടിച്ചേർത്ത ഒരു രസക്കൂട്ടായിരുന്നു മണിച്ചിത്രത്താഴിൻ്റെത്. ഒന്നിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ചിത്രീകരണം. പ്രേക്ഷകന്റെ മുന്നിലെത്തുന്ന ഓരോ സീനിലും വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂറിലെ ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന സ്ഥലത്തെ പ്രശസ്തമായ ആലുമൂട്ടിൽ കൊട്ടാരത്തിലെ ഒരു ഈഴവ കുടുംബത്തിൽ നടന്ന ദുരന്ത സംഭവവും ഈ കഥയെ സ്വാധീനിച്ചിട്ടുണ്ട്. സിനിമയുടെ സംപ്രേഷണ അവകാശമുള്ള ഏഷ്യാനെറ്റിന് 2 ദശാബ്ദങ്ങൾക്ക് ശേഷവും ഇന്നും ഏറ്റവും അധികം പരസ്യ വരുമാനം നേടിക്കൊടുക്കുന്ന സിനിമ വേറൊന്നുമല്ല. അതിനുശേഷം വന്ന പല സിനിമകളുടെയും സംപ്രേഷണം അപ്രസക്തമായ സമയങ്ങളിലേക്ക് മാറ്റിയെങ്കിലും ഈ ചിത്രം ഇന്നും ഓടുന്നത് പ്രൈം ടൈമിൽ തന്നെയാണ്. മണിച്ചിത്രത്താഴിന്റെ വൻ വിജയത്തിന് കാരണമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. നല്ല തിരക്കഥ, നിലവാരമുള്ള ഹാസ്യം, തന്മയത്വം ഒട്ടും ചോർന്നു പോകാത്ത അവതരണം, മികച്ച അഭിനേതാക്കൾ എന്നിവയെല്ലാം ചേർന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സിനിമ. പക്ഷേ അതിനുശേഷം കാലം ഇത്ര കഴിഞ്ഞിട്ടും മണിച്ചിത്രത്താഴ് പോലെ ഒരു സിനിമ ഒരുക്കാൻ മലയാളത്തിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ചില നല്ല കാര്യങ്ങൾ അങ്ങനെയാണ്, അപൂർവമായി സംഭവിക്കൂ. അതുപോലൊരു അപൂർവതയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.